ഉമേഷ്, നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് പ്രാഥമികമായി തന്നെ കുട്ടിയെ ഈ വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചതല്ല എന്നുള്ള കാര്യത്തിൽ പ്രാഥമികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അത് കൊലപാതകം തന്നെ എന്നുള്ള ഒരു നിഗമനത്തെ പൂർണ്ണമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ആരാണ് കൊല ചെയ്തത്, എന്തിനു വേണ്ടി കൊല ചെയ്തു, എങ്ങനെ കൊല ചെയ്തു, ഈ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് കൂടി ചുരുളഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് തീർപ്പാകും. പക്ഷേ നഷ്ടപ്പെട്ടത് ഒരു 2 വയസ്സുകാരി പിച്ച വെച്ച് ഈ മണ്ണിലേക്ക് നടന്നു വന്ന ഒരു കുട്ടിയുടെ ജീവനാണ്, ഭാവിയുടെ പ്രതീക്ഷകളാണ്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ എന്നിവയെല്ലാം ഇവിടെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും ഈ കുട്ടിയുടെ മരണം അതിലൊന്നും ഒരു ന്യായീകരണവും അല്ലെങ്കിൽ ഒരു വലിയ ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ്. എന്തായാലും കൂടുതൽ SK നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത്, കാരണം ഇത്തരത്തിൽ ആളുകളെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലവുമാണ്, ഒരുപാട് പേർ ഈ വിവരം അറിഞ്ഞെത്തിയിട്ടുണ്ട്. എല്ലാവരോടും പ്രതികരണം. ചേട്ടാ, ഈ പ്രദേശത്തുള്ള ആളുകൾ അറിയാമോ? ഈ അടുപ്പൊന്നുമില്ല, കണ്ടിട്ടുണ്ടല്ലോ. നമസ്കാരം. ഇവിടെയുള്ള വീട്ടിനടുത്തുള്ള അറിയാമോ കുട്ടിയെ കണ്ടിട്ടുണ്ട്. നമ്മളെ വീട് സ്വല്പം അപ്പുറത്താണ്. അപ്പോഴും നമ്മൾ കുട്ടീനെ ഇന്ന് കണ്ടില്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുട്ടിയെ കാണുകയാണ്. അവിടെ മരണം നടന്നപ്പോൾ പോയപ്പോഴും കണ്ട്. കുടുംബത്തിനൊക്കെ വലിയ കടബാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയുന്നേ, എന്ന് കടമുണ്ടെന്ന് പറയുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂല, കാരണം അവർ കഥവൊക്കെ പൂട്ടി അങ്ങിരിക്കും. ആരെയും അങ്ങനെ ആദ്യമായിട്ട് അകത്ത് കയറ്റൂല. ഇവിടെ വാടകയ്ക്ക് ഒരു കൊല്ലമായി. ക്ഷേത്രത്തിൽ ജോലി ഉണ്ടായിരുന്നു. അറിയാമോ കുട്ടിയെ കണ്ടിട്ടുണ്ട്. വീട്ടുകാർക്ക് ആരെങ്കിലും ഈ പണം തിരികെ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു മാസത്തിന് മുമ്പ് 1-2 ആൾക്കാർ വന്നിരുന്നു. അവർ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും കടമുണ്ടെന്നുള്ളത് കാര്യം അറിയണത്. അല്ലാതെ അറിഞ്ഞൂടായിരുന്നു. ഈ മരിച്ച ആളുടെ സഹോദരനെ, അല്ല മരിച്ച ആ കുട്ടിയുടെ അമ്മാവനെ പരിചയമുണ്ടോ? അമ്മാവനെ ഹരി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവനും കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ പണിയായിട്ട് നിന്ന്. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നു. പനിയായിട്ട് വന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കറക്റ്റായിട്ട് അറിഞ്ഞുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ആരുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അതിന് വേറെ ആളാക്കിയെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെ ജോലികളാണല്ലേ അവരെല്ലാം? ക്ഷേത്രത്തിൽ പോണില്ലെന്ന് ചോദിച്ചവൻ പറഞ്ഞ് പോണം, അച്ഛൻ മരിച്ച് 16 കഴിഞ്ഞിട്ട് പോണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ കാണുന്ന, അതായത് ഈ റോഡിനോട് നടുവിലൂടെ ഒരു ചെറിയ വഴിയാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. അതായത് ഈ ഫ്രണ്ടിലുള്ള ഈ ഷോപ്പിൻ്റെ പിറകിലാണ് ഈ വീട് വരുന്നത്. ഈ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ്, ഷോപ്പിൻ്റെ ഉടമസ്ഥകൾ തന്നെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥരും. അവർ തന്നെയാണ് ഈ വീട് വാടകയ്ക്ക് നൽകിയതും. ഇതിൽ നിന്ന് ചെറിയൊരു വഴി, അതിൽ തന്നെ പോലീസിന് പ്രാഥമികമായ ഒരു സംശയം. ഉമേഷ് ബാലകൃഷ്ണന്റെ ബാലരാമപുരത്ത് നിന്നുള്ള വീട്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി സലീം മാലിക് ബാലരാമപുരത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ട്. ദുരൂഹതകൾ മാറ്റാനുള്ള കിണഞ്ഞ ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. മാത്രമല്ല, ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിലിട്ടതാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. സലീം മാലിക് ചേരുന്നു. സലീം, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN അടിമുടി ദുരൂഹമാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ മണിക്കൂറുകളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ അത്രയും അടിമുടി ദുരൂഹമാണ്. ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ കുടുംബത്തിനെ, മരിച്ച കുഞ്ഞിൻ്റെ കുടുംബത്തിനെ കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യുകയാണ്. പോലീസിന് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആ വീട്ടിൽ കണ്ട കുരുക്കുകൾ, ആ കയറിൻ്റെ കുരുക്കുകൾ, അതെന്തിന് എന്നുള്ളതാണ് പോലീസ് തന്നെ ആലോചിക്കുന്നത്. കാരണം പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നത് ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാനോ മറ്റോ ആണോ ആ കുരുക്ക് ഇട്ടത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.